ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ടെൻഷൻ മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിലും എൻ്റെ കുടുംബത്തിലൊക്കെ വാഴട്ടെ. മക്കളെ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. നമ്മുടെ കേരളം നമുക്കെപ്പോഴും ഓർക്കാറില്ല, നമ്മൾ ലോകത്തിൽ എല്ലായിടത്തും എന്നാലും മലയാളീനെ കാണുമെന്നൊക്കെ. അപ്പം മലയാളിയൊക്കെ ഭയങ്കര ബുദ്ധിയാണ്, ദൈവം അനുഗ്രഹിച്ച നാടാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേരുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും വസിക്കണ്ടേ, ആത്മീയമായിട്ട് വളരണ്ടേ നമ്മൾ. അല്ലാണ്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുക, അങ്ങനെ പെണ്ണുങ്ങളെ ചീത്ത പറയുക, ഇതിലൊക്കെയാണ് കേരളീയർ അഭിമാനം കൊള്ളേണ്ടത്. അല്ലല്ലോ, നമുക്ക് ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമാണ്. അതിനെന്താ വേണ്ടേ? കുഞ്ഞിലെ മുതൽ ക്രിസ്തുയേശുവിനെ പഠിച്ച് വളരണം. ക്രിസ്തുയേശുവിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാകുമല്ലോ, നമ്മുടെ ക്യാരക്ടർ മേക്കിങ്ങാണ്. അപ്പോൾ നമുക്കിടെ ഓരോ ക്യാരക്ടർ കാണുമ്പോൾ യേശുവിൻ്റെ സ്വഭാവം വേണം, യേശുവിൻ്റെ സ്വഭാവം വേണമെന്ന് കുഞ്ഞിലേ മുതൽ ഞാൻ പൗലോനെ അങ്ങനെ പറഞ്ഞത്. യേശുവിൻ്റെ സ്വഭാവമാണ് എൻ്റെ പൗലോൻ, യേശുവിൻ്റെ സ്വഭാവമാണ്, അത് എന്നെ കേൾക്കട്ടെ പൗലോ, യേശുവിൻ്റെ സ്വഭാവം എന്നെന്ന് അറിയട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ വളർക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ് മക്കളെ ക്രിസ്തുയേശു വളർക്കുക എന്ന് പറയുമ്പോൾ. ഒരു കുടുംബം രക്ഷപ്പെട്ടാൽ, ഓരോ കുടുംബം അങ്ങനെ രക്ഷപ്പെട്ടാൽ ലോകത്തിൽ സമാധാനവും സന്തോഷമാകും. അതിന് മതപരിവർത്തനമൊന്നും വേണ്ട. യേശു എന്ന് അടിച്ചാൽ ലോകരക്ഷകനെ വന്നെ, അല്ലാണ്ട് ക്രിസ്ത്യാനിയുടെ ദൈവമൊന്നും മഞ്ഞില്ല. അപ്പോൾ ഇന്ന് വായിക്കണ വചനം 2 കൊരിന്ത്യർ 12:9. ഇത് വലിയ പ്രധാനപ്പെട്ടാട്ടോ. എനിക്ക് ആ കഴിവില്ല, അവർക്കൊക്കെ ഭയങ്കര കഴിവാണ്. എൻ്റെ മൂത്തറക്കം ചുമ്മാ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് അടുപ്പിച്ചിരുന്ന് പഠിക്കാൻ പറ്റില്ല, എനിക്ക് അത്ര ബുദ്ധിയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പഠിക്കണ്ടല്ലോ, എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഒരു കുറവുണ്ടെങ്കിൽ ദൈവം പറയുക, അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നേക്കണേ. 2 കൊരിന്ത്യർ 12:9 പറയും, എൻ്റെ കൃപ നിനക്ക് മതി. ദൈവം പറയുക, എൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ആക്കുക. എൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ കുറവുണ്ടെങ്കിൽ ആ ബലഹീനതയൊക്കെ മാറ്റി അതിൽ മികവുറ്റവരാക്കും നമ്മളെ. ഈ പരിശുദ്ധാത്മാവെ അപ്പ സഹായിക്കണമെന്ന് എപ്പോഴും ഒന്ന് വിളിച്ചു നോക്കിയേ, ജീവിതം മാറി മറിയും കേട്ടോ. എൻ്റെ അവസ്ഥ അങ്ങനെ മാറിയതാട്ടോ, എൻ്റെ ജീവിതം മാറി മറിഞ്ഞ അപ്പ പിതാവെ പരിശുദ്ധാത്മാവ്. വണ്ടി ഓടിക്കാൻ പഠിച്ച പിന്നെ കേട്ടോ, വണ്ടിയെ കയറുമ്പോൾ എപ്പോഴും പേടിയാണ്. എപ്പോഴും ഏറ്റവും അധികം പരിശുദ്ധാത്മാവിനെ വിളിക്കണേ എപ്പോഴും വണ്ടിയെ കയറുകയാണേ, പരിശുദ്ധാത്മാവെ അപ്പ വണ്ടി ഓടിച്ചോളണേ. അപ്പോൾ അതുപോലെ എല്ലാ കാര്യത്തിനും ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇന്നത്തെ പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊരു ഹെൽപ്പാട്ടോ, നിങ്ങളെ യേശുമ്പരാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഷെയർ ചെയ്യുക. നിങ്ങളെ നോക്കി ഗിഫ്റ്റ് വോച്ചറുണ്ട് 1000 rupees-ൻ്റെ, അത് നിങ്ങൾക്ക് കിട്ടട്ടെ. പിന്നെ ഇന്നത്തെ ഗോൾഡ് സ്കീമിൽ പോകും. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് എപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി അതുകൊണ്ട് അനുഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ഈ എല്ലാ ഇതിലും പറയുമ്പോഴും നിങ്ങൾ ഒത്തിരി പേര് ഗോൾഡ് സ്കീമിൽ കൂടുന്നുണ്ട്, അത് കാരണം. അപ്പം ഗോൾഡ് സ്കീമിൽ കൂടെ ഇപ്പം നിലവിൽ ഇപ്പം എന്താണെന്ന് ഓർത്ത് നോക്കുക. ഇപ്പം നിലവിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണ്ണത്തിലെ ലാഭം. നമ്മൾ കട തുടങ്ങിയത് മെയ്യിലാണ്. ഇനി 2 മാസത്തോടെ കഴിയണം. 6640 6500 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു കട തുടങ്ങിയപ്പോൾ ഗ്രാമിന്. ഇപ്പം അത് വന്നേക്കണത് 8390, 8500, 2000 രൂപയോളം അടുത്തായി ഡിഫറൻസ് ഗ്രാമിന്. ഒരു വർഷത്തിൽ ചേഞ്ച്. അപ്പോൾ എത്ര ശതമാനം വർദ്ധിച്ചതെന്ന് നോക്കുക. അപ്പോൾ ഇത്രയും ഇപ്പം നമുക്ക് വർദ്ധിക്കണം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ സ്വർണ്ണം എങ്ങനെ മേടിക്കണം? ഇനി സ്വർണ്ണം മേടിക്കണം. നിങ്ങൾ മേടിച്ചാലും ഞാൻ മേടിച്ചാലും ഇല്ലേലും സ്വർണ്ണം ഇൻ്റർനാഷണൽ സംഭവം, അതിന് വില കൂടിക്കൊണ്ടിരിക്കും. പിന്നെ സ്വർണ്ണത്തിന് എന്ത് വില കുറഞ്ഞിട്ട് എന്നത്. നമ്മുടെ കയ്യിൽ 5 പവനുണ്ടെങ്കിൽ 1 പവൻ മേടിക്കാൻ വേണ്ടി വില കുറഞ്ഞിട്ട് എന്നാ കാര്യം? 5 പവനുള്ളത് വിറ്റാൽ നമുക്ക് പല പല കാര്യം ചെയ്യാമല്ലോ. അപ്പം വെറുതെ ഇങ്ങനെ കുറയുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ ഒത്തിരി കാശ് പോയതാട്ടോ. അപ്പം നമ്മൾ ഇപ്പം അതും പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നമ്മൾ സ്വർണ്ണമൊക്കെ സ്കീമിൽ കൂടുക, സ്വർണ്ണം എടുക്കുക. സ്കീമിൽ കൂടാണ്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ സ്വർണ്ണം വിൽക്കണമെങ്കിൽ നമ്മളുടെ കടയിൽ പഴയ സ്വർണ്ണം എടുക്കും കേട്ടോ. എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കും, അവിടെ ഇങ്ങനെ പഴയ സ്വർണ്ണം പൈസയ്ക്ക് തിരിച്ചെടുക്കുമോ? പൈസയ്ക്ക് നമ്മൾ പഴയ സ്വർണ്ണം എടുക്കുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. ഇത് കഴിഞ്ഞോണേ ഇതിൻ്റെ വേറെ ഡിസൈനായിട്ട് അതും ഒരു പീസ് പോലും ഇല്ലാത്ത പോലെ വിറ്റ് പോയി. അതിമനോഹരമാട്ടോ. ഇത് ഇങ്ങോട്ട് നോക്കാൻ എന്തൊരു മൾട്ടി കളറിലാ ബീഡും ചെയ്തിട്ടുണ്ട്. എംബ്രോയ്ഡറിയും കംപ്ലീറ്റ് ബീഡ്സ് വർക്കൂടെ ഹാൻഡ് വർക്കൂടെ ചെയ്താണ്. അടിപൊളിയായിട്ട് എംബ്രോയ്ഡറി സാരി. ഒരു വശത്തെ വർക്കുള്ളൂ, ഒരു വശം സ്കാലപ്പ്, ഉള്ളിലും വർക്കുണ്ട്. സെയിം തന്നെ ബ്ലൗസ് പീസ്. 3499 3499 വില. നല്ല സംഭവമാട്ടോ. ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഏപ്രിൽ മുതലങ്ങ് ഫങ്ഷനുകൾ
ഈ ഞായറാഴ്ച പോലും ദൂരം കല്യാണമൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഓണം വരെ ഇങ്ങനെ കല്യാണത്തിൻ്റെ ഒരു അതിന് മാറ്റമില്ല. ഒരു കർക്കിടക മാസത്തിൽ പോലും ഇപ്പോൾ കല്യാണങ്ങളാണ്. മാർച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻ തുടങ്ങിയാൽ പിന്നെ ഓണം വരെ സെയിം രീതിയിൽ അങ്ങ് പോകും. അപ്പോൾ വില 3000. ബ്ലൗസ് പീസിൽ അയ്യോ വ്യത്യാസം ഉണ്ടല്ലേ. ബ്ലൗസിൽ ഇത് ഇങ്ങനെ കുഞ്ഞ് ഡിസൈനാട്ടോ, ഇങ്ങനെ ബോർഡർ ഡിസൈനൊന്നുമില്ല, കുഞ്ഞ് ബുട്ട ഡിസൈനാട്ടോ. ഇതിങ്ങനെ അപ്പോൾ നല്ലൊരു സംഭവമാണ് നിങ്ങൾക്ക് ഫങ്ഷൻ വെയറിന്. ഇത് വെബ്സൈറ്റിൽ എടുക്കുന്നവർ ചാടി വെബ്സൈറ്റിൽ എടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഓൺലൈൻ പിള്ളേരെ കോണ്ടാക്ട് ചെയ്യുക. നല്ല ഗ്രാൻഡ് സംഭവം. തേക്കണ്ട ഒരു ക്രിസ്പി സിൽക്കാണ്, ഭയങ്കര സോഫ്റ്റാണ്, നല്ല ബേസിക് ചാർട്ട്. കപ്പടി നമുക്ക് അധികവും ഈ ഫങ്ഷൻ വെയറിനാണ് സാരി എടുക്കാൻ ആൾക്കാർ തന്നെ. എല്ലാം തന്നെ അധികം ഓർഡിനറി യൂസിനേക്കാളും കൂടുതൽ ഇങ്ങനെ ഫങ്ഷൻ വെയറിൻ്റെ വന്നെ. അടിപൊളി സംഭവങ്ങൾ, അടിപൊളി സംഭവം. ഇനി കാണിക്കുന്നതും അതിലും അടിപൊളി, എല്ലാം ഓരോന്നിനും മെച്ചാട്ടോ. നോക്കിക്കേ, ബനാറസ് സിൽക്ക്. ഒരു ഇതെന്ത് ഇങ്ങനെ മെറ്റീരിയലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നിഴലും അടിക്കില്ല. അതെ, ഒരു ലിനൻ പോലത്തെ ഗ്രീൻ സിൽക്ക് ലിനൻ പോലെ, അതിലപ്പടി ലൈൻസും ഇവിടെ ബോർഡർ ബനാറസ് വർക്കും, നല്ല പേസ്റ്റ് കളറും. ബ്ലൗസിന് വല്ല പ്രത്യേകതയുണ്ടോ? ഇല്ലല്ലോ, സെയിം തന്നെയാട്ടോ ബ്ലൗസ് പീസ്. റേറ്റ് 1899. ഇതൊക്കെ ഒരു വെറൈറ്റി പീസാട്ടോ. ആദ്യമായിട്ടാണ് നമുക്ക് സാമ്പിൾ വന്നതാട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ നല്ലൊരു നമ്മളൊരു ഫങ്ഷന്, നല്ലൊരു ഫങ്ഷന് പോയാലും ഇതിൻ്റെ ഒന്നും വിലയും ഒന്നുമല്ല, നല്ലൊരു ഗ്രാൻഡ് ലുക്കായിരിക്കും ഇതിനൊക്കെ. ഇച്ചിരി വ്യത്യാസമുണ്ട്. ഈ ഗ്രീൻ ഇപ്പോഴത്തെ ഒരു ഫേമസ് കളറാണ്. കുഞ്ഞൂനിങ്ങനെ ഒരു ഗ്രീൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും കല്യാണം കൂട്ടുകാർക്ക് ഏതാണ്ട് ഡിസംബറിൽ കല്യാണം ഉണ്ട്. അമ്മ അത് മനസ്സിലോർത്തോളാൻ. അപ്പോൾ കല്യാണത്തിന് പോകേണ്ട സംഗതികളൊക്കെ എനിക്കിഷ്ടമാട്ടോ. എനിക്ക് പെങ്കൊച്ചൊന്നുമില്ലായിരുന്നല്ലോ അങ്ങനെ സംഘടിപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ കളർ കുഞ്ഞൂനെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ കളറിൻ്റെ. അപ്പോൾ ഇനി ഈ കളർ ഇല്ലാത്ത കളേഴ്സ് നോക്കി. ഇത് നല്ല ഗ്രാൻഡ് കളറല്ലേ, ഇച്ചിരൂടെ തെളിഞ്ഞ് വെച്ചാലും കുഴപ്പമില്ല. നല്ല വെച്ചല്ലേ. ഇതേ വിഷുവിനും ഈസ്റ്ററിനും ഒക്കെ ബീച്ച് കളർ. 189. ഇത് ഒത്തിരി ഇത് വേണ്ടാത്തവർക്ക് ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു എലഗൻ ലുക്കുള്ള സംഭവം. ഇച്ചിരൂടെ ഇത് വേണ്ടവർക്ക് അത് ഏതിങ്ങനെ എടുക്കാം. നല്ല രസമല്ലേ, അടിപൊളി. കുഞ്ഞിന് ഈ സൈസ് മതി, നല്ല ഭംഗിയല്ലേ. ഈ ടൈപ്പൊക്കെ എടുക്കണുള്ളൂ. ഒന്നും എടുത്തിട്ട് പിന്നെ ഉടുക്കൂല. എത്ര സാരിയ, ഒത്തിരി വിലയുടെ സാരി എടുത്താൽ വെറുതെ കാശ് വേസ്റ്റായി പോവുക. കുഞ്ഞൂന് പിന്നെ സീത്രൂ വയറൊന്നും കണ്ടാലും കുഴപ്പമില്ല. ഇത് വലിയ കാണൂല കേട്ടോ, ഇതധികം കാണുന്നില്ല. അങ്ങനെ കാണുമെന്ന് വെച്ചാൽ എറിഞ്ഞു കുത്തിയാൽ മതി, വയറ് കാണണ്ടാത്തവർക്ക്. പക്ഷേ ഇങ്ങനെ ഇറങ്ങി പ്രിൻസസ് കട്ട് ബ്ലൗസ് കൂടെ ഇട്ടാൽ ഇങ്ങനെ ഇച്ചിരി കണ്ടാലും കുഴപ്പമൊന്നുമില്ലോ. അപ്പോൾ അതേ ഷോർട്സ് കിട്ടും, കൊച്ചു പിള്ളേർ വരെ കൊടുക്കണം. സാരി എടുക്കുമ്പോഴായാലും ഇങ്ങനെ എസാൻ ലൈറ്റൊക്കെ ഇട്ടല്ലേ നടുക്കേക്കണം. മാത്രമല്ല ഫ്രീസറിനായി എനിക്കിഷ്ടമാണ്. പണ്ട് ഈ മുണ്ടും ബ്ലൗസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പോൾ കുറേ സദാചാര മനുഷ്യർ ഇറങ്ങിയപ്പോൾ പെണ്ണുങ്ങളുടെ തുണിയുടെ ഇത് നോക്കി നടക്കാൻ വേറെ പണിയൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ സമയമില്ലായിരുന്നു. നമുക്ക് ഇത് കൂട്ടിനൊക്കെ സ്വാതന്ത്ര്യം നേടിത്തന്നായിരുന്നു. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഇത് നിന്ന് നാടിന് ഒരു അനുഗ്രഹമായിട്ടൊക്കെ നിന്ന് വലിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഇതാണ് കമൻ്റ് അടിക്കലും ഇതൊക്കെയാണ് തൊഴിൽ. പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഒത്തിരി നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ വലുതായിരിക്കണം. ഇതാട്ടോ ബ്ലൗസ് പീസ്. ഇത്
അടിപൊളി കളറ്. ഇത് ഒരു സിൽക്ക് മെറ്റീരിയലാണ്, സോഫ്റ്റ് സിൽക്ക്. അതിൽ ഡൂട്ട് ബാന്ദ്രി ഡിസൈൻ. നല്ല കോമ്പിനേഷൻ. എല്ലാം ബ്ലൂ ആട്ടോ വന്നെ. ബ്ലൗസ് ഇങ്ങനെ വരും കേട്ടോ. നല്ല രസമാണ്. 1100 ഉള്ളൂ അല്ലേ? ഇത് ഭയങ്കര പെട്ടെന്ന് വിറ്റ് കേട്ടോ. ഇതെല്ലാം ഈ ബ്ലൂ ആട്ടോ തന്നെ. നല്ല സാരികളൊക്കെ ആട്ടോ. ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക. ഇതിൻ്റെ അരികത്ത് പൈപ്പിങ് ചെയ്തിട്ടുണ്ട് അവർ, ത്രെഡ് വെച്ചുള്ള പൈപ്പിങ്. അതിന് തന്നെ 350-400 രൂപയൊക്കെ ആട്ടോ. $1199 ഉള്ളൂ. എന്താ അടിപൊളി കളേഴ്സ് അല്ലേ? എന്ത് ഭംഗിയാ, നല്ല കളറല്ലേ? സൂപ്പർ സൂപ്പർ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇതാ മേടിച്ചെന്ന്. നേവി ബ്ലൂവും ഇതുപോലെ അല്ലച്ചോ റോസുള്ളൊരു പട്ട് സാരി. അതിട്ട് കുറേ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുത്തപ്പോൾ അത് കിട്ടാണ്ട് പോയി. എൻ്റെ ഒരു പൈസ തിരിച്ചു വന്നു. ബ്ലൗസ് പീസ് ഇങ്ങനെ. ഇപ്പം ഈ ഹാൻഡ്ലൂം സാരി ഭയങ്കര ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ എന്ത് രസമല്ലേ? ന്യൂജൻ പിള്ളേർക്ക് ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെയൊക്കെ ഇടുന്നത്. ഇങ്ങനെ മടക്കി അങ്ങനെ കുത്തി ഒന്നും അല്ലാതെ കെയർലെസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് എന്ത് ഭംഗി. ഇങ്ങോട്ട് നോക്കിക്കേ, എന്ത് രസം നോക്കി. പക്ക ഹാൻഡ്ലൂമിൽ നല്ല മോഡേൺ റോസാപ്പൂ ബ്ലോക്ക് പ്രിൻ്റ്. 1099 രൂപയുള്ളൂ. ഇവിടെ അവിടെ ബ്ലാക്ക് ബോർഡറും ഉണ്ട്. ബ്ലൗസ് എന്നാന്ന് നോക്കട്ടെ കേട്ടോ. പ്ലെയിനാ ബ്ലൗസ് അല്ലേ? കയ്യേൽ വർക്കുണ്ട്. ഇങ്ങനെ കയ്യേലല്ലേ വർക്ക്? ഇങ്ങനെ വർക്കുണ്ട്. ഫുള്ളുണ്ടല്ലേ? അമ്മ വർക്കില്ല. അടിപൊളി സാരിയാണ്. 1199. ആഷിന് 1099 കേട്ടോ. ഇത് സോഫ്റ്റ് സിൽക്കിലെ ബനാറസ് ഉള്ളപ്പടി. നമുക്ക് ഒരിടയ്ക്ക് ഒരു സിൽക്ക് സാരി ഇല്ലായിരുന്നു ഇങ്ങനെ ഉള്ളപ്പടി ഇങ്ങനെയുള്ള ഒറിജിനൽ സിൽക്ക്. അതിലെ ബനാറസ്. ഇത് എത്ര? 999 ഉള്ളൂ കേട്ടോ. 999 രൂപയുള്ളൂ. എല്ലാവരും ഇവിടെ ഞെട്ടി. കാഞ്ചീപുരത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. എന്ത് ഒറിജിനൽ ഇപ്പം എടുക്കുമ്പോൾ ഞെട്ടണം. ഡ്യൂപ്ലിക്കേറ്റ് ഉടനെ വരും. ഇതേ ശരിക്കും അതാന്ന് നോക്കല്ലേ? ബ്ലൗസ് ഏതാ? ഇത് മുന്താണിയുടെ പറയാം. അടിപൊളി സാരി, നല്ല കളർ ചാട്ട്. 999. നല്ല സാരി. ഈ ഓറഞ്ചും അല്ല ബ്രിക്കും ഡബിൾ ഷെയ്ഡ് പോലൊരു ഫീലിങ്സ് ഉണ്ട്. നല്ല സൂപ്പർ സാരി. നിങ്ങൾക്ക് വിഷു, റംസാൻ, ഈസ്റ്റർ എല്ലാം കൂടെ ഏപ്രിൽ ആഘോഷമാണ്. നിങ്ങൾക്ക് കൊടുക്കാം, സമ്മാനം കൊടുക്കുന്നതൊക്കെ മേടിച്ചു കൊടുക്കാം. അതൊരു നല്ല സോഫ്റ്റാട്ടോ. ഇങ്ങനെ ഭയങ്കര സോഫ്റ്റുമാണ്. അതെനിക്കറിയാൻ പാടില്ല. ഒറിജിനലിനേക്കാളും ഇപ്പം സോഫ്റ്റും ഗ്ലാമറും ഡ്യൂപ്ലിക്കേറ്റിനാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ സ്വർണവും ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആഭരണങ്ങളും കണ്ടാൽ തിരിച്ചറിയില്ല. പറയില്ല ഇപ്പോൾ കള്ളന്മാരൊന്നും വീടുകളിൽ സ്വർണ്ണം എടുക്കാൻ കയറുന്നില്ല. ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പാടില്ല. കഷ്ടപ്പെട്ട് ഒട്ടും തിരിച്ചറിയാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ. പിന്നെ സ്വർണം മേടിച്ചു വെച്ചാൽ നമുക്ക് കാശ് കൂടും. വരവ് മേടിച്ചു വെച്ചാൽ വരവിൻ്റെ വെറുതെ കുറച്ചിട്ട് കഴിയുമ്പോൾ അടിപൊളി സംഭവം.
ഭംഗിയുള്ള സാരിയാണ്. കോട്ട സാരി, സിൽക്കി കോട്ട, ഫുള്ളിങ്ങനെ വർക്ക്, ഫുള്ളിങ്ങനെ വർക്ക്. ബ്ലൗസ് പ്ലെയിന് 1099. നിറച്ച് നല്ല വർക്ക് കേട്ടോ. അടിപൊളി സാരി. $1099. ഇതിങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. ഡാർക്ക് മുമ്പേ കളർ. ഇതുമല്ലേ, ഇതുമാണോ? നല്ല ബ്ലൂ, നല്ല കളേഴ്സ് ഇല്ല. എല്ലാം 1099 രൂപയുള്ളൂ. ടാസിൽസൊക്കെ നോക്കിയാൽ നല്ല വെറൈറ്റി ആയിട്ട്. ഉള്ളിൽ പേപ്പറിൻ്റെ അടക്കിയില്ലെങ്കിലും ഓരോ ഈ സാരി എടുക്കുമ്പോൾ പടങ്ങളാണ്. പിന്നെ സാരി നമ്മൾ നേരത്തെ എടുത്താണ്, റീസ്റ്റോക്ക് വന്നേക്കണതാണ്. വിഷുവിന് കൊടുക്കാം, അല്ലാണ്ട് ഇട്ട് കൊടുക്കാം. എവിടെയാണ്? 599 രൂപയുള്ളൂ. ബ്ലൗസ് പീസ് ടിഷ്യൂവിൻ്റെ ഇതാ ബ്ലൗസ്. ഒരു നെറ്റ് പോലത്തെ സാരിയാണ് അല്ലേ? നന്നായിട്ട് പഠിക്കില്ല. ഇതൊന്ന് സാരിയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഹാഫ് സാരി ആക്കാം, സ്കേർട്ട് ബ്ലൗസ്, ഒത്തിരി പ്രയോജനമുണ്ട്. ചുരിദാറാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ആകെ 599 രൂപ കേട്ടോ. അതിൻ്റെ 2 ഡിസൈൻ. വീഡിയോ കണ്ടിട്ട് പോലെ ഒരു ലൈക്കൊക്കെ ഒന്ന് അടിച്ചാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.